ഏട്ടനില്ലല്ലോ, ഏട്ടൻ മരിച്ചു പോയില്ലേ. ഇനിയിപ്പോൾ ഞാൻ കല്യാണം കഴിച്ച ആളായിരുന്നെങ്കിൽ വന്നാൽ എനിക്ക് എന്തെങ്കിലും പറയാമായിരുന്നു. നിങ്ങൾ നേരത്തെ ഇതിപ്പോൾ ഞാനല്ലോ കല്യാണം കഴിച്ചത്, സുചേട്ടനല്ലേ കല്യാണം കഴിച്ചത്. ഹായ് ഗായ്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുളിരൊക്കെ കോരുന്നൊരു തണുപ്പ്. അപ്പോൾ തണുപ്പ് കാരണം തന്നെ ചെറിയ രീതിയിലുള്ള ജലദോഷം, ചുമയൊക്കെ ഉണ്ട്. എൻ്റെ സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എനിക്ക് സംസാരിക്കാൻ. അതുകൊണ്ടാണ് വീഡിയോയുടെ എണ്ണമൊക്കെ കുറച്ച് ഒരു വീഡിയോ മാത്രം ഇട്ടിട്ട് ഞാനിങ്ങനെ ഫ്രണ്ടോട്ട് പോകുന്നത്. സോ നമുക്ക് അതിലോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് നേരെ നമ്മളുടെ കണ്ടന്റിലോട്ട് വരാം. ബാക്ക് അഗെയിൻ വിത്ത് രേഷ്മ തങ്കച്ചൻസ് വീഡിയോ. എനിക്കറിയാം, ഞാൻ കുറച്ച് ദിവസമായി ഞാൻ നിർത്തിയതായിരുന്നു. ആ പർട്ടിക്കുലർ വ്യക്തി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിരുന്നു. കാരണം എനിക്ക് തന്നെ ബോറടിച്ചു സംസാരിച്ച്. പക്ഷേ കറൻ്റ്ലി വലിയ 2-3-4 കോൺട്രവേഴ്സീസ് ഈ പെർട്ടിക്കുലർ ലേഡിയായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണിത്. അതിൽ ആദ്യത്തെ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, വളർന്ന് അങ്ങ് മുകളിലെത്തിയ സമയത്ത് ആ വളരാൻ സഹായിച്ച ആൾക്കാരോടൊക്കെ നന്ദിയില്ലായ്മ കാണിച്ച ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വരെ ഡിസ്കസ് ചെയ്തതാണ്. ഫിറോസ് ഭായ് ഉണ്ടാക്കി കൊടുത്ത ആ വീടിനെ കുറ്റം പറഞ്ഞത് എന്താണ്, ഇങ്ങനെയാണ് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുക, ഇങ്ങനെ ഒരു വീട് വേറൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത്, ഞങ്ങൾക്ക് 24 ഉണ്ടാക്കി തരുമെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കി തന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൂടെ കൊണ്ടുപോയി കളഞ്ഞത്, ഇങ്ങനെ കുറേ അനാവശ്യപരമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ച് വലിച്ച് അങ്ങ് അങ്ങ് ഫിറോസ് ഭായിനെ അങ്ങ് ഇല്ലാണ്ടാക്കി. അങ്ങനെ ലാസ്റ്റ് ഫിറോസ് ഭായ് അങ്ങ് നാണം കിട്ടും. ഫിറോസ് ഭായ് അതിനൊരു തീരുമാനം എടുക്കാം എന്ന് കരുതി ഫിറോസ് ഭായ് ചെയ്ത ഫസ്റ്റ് ബേസിക് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിറോസ് ഭായ് നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ കമ്പനീനെയും ഒക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ വന്നിട്ട് നാണം കെടുത്തിയതിൻ്റെ പേരിൽ മാനനഷ്ട കേസ് കൊടുത്തു. അപ്പോൾ മാനനഷ്ട കേസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര എമൗണ്ട് ആണോ അവരോട് ചോദിക്കുന്നത്, മാനനഷ്ടത്തിൻ്റെ പേരിൽ എത്ര എമൗണ്ട് ആണോ ചോദിക്കുന്നത്, അതിന് 1% നമ്മൾ എന്ത് ചെയ്യണം, കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ 1 കോടി ചോദിച്ചു, 10 ലക്ഷം രൂപ എന്ത് ചെയ്തു, അവിടെ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വീടിൻ്റെ പേര് സുധിലയം എന്നായിരുന്നു. അപ്പോൾ ആ പെർട്ടിക്കുലർ വീടിൻ്റെ ഒരു സുധിലയം എന്ന് പറയുന്ന ഒരു നെയിം ടാഗിൻ്റെ താഴെ ഇവരുണ്ടാക്കിയ വീടായതുകൊണ്ട് തന്നെ ഇവരുടെ പേര്, ആ ഒരു കമ്പനി നെയിം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് എന്ന് സോഷ്യൽ മീഡിയയിൽ രേഷ്മ തങ്കച്ചൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ആ ബോർഡും അവരവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അവരവിടെ പുതിയ ഈ സുധിലയം എന്ന് പറയുന്നൊരു പേര് മാത്രമുള്ളൊരു ബോർഡും വെക്കാൻ തീരുമാനിച്ചു. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ മോശമായ രീതിയിലാണ് അവരെക്കുറിച്ചിട്ടും അവരുടെ സ്ഥാപനത്തെക്കുറിച്ചിട്ടൊക്കെ ഈ രേഷ്മ തങ്കച്ചനും രേഷ്മ തങ്കച്ചൻ്റെ ഫാദറായിട്ടുള്ള തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി അവർക്ക് അവരുടെ ബിസിനസ്സിനെ ബാധിക്കും, അവർക്ക് വേറെ കാര്യങ്ങൾ കിട്ടാണ്ട് വരും, വേറെ ട്രസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ അവരുടെ ഫോമിനെ തന്നെ തകരുന്ന ഒരവസ്ഥ വന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവർ ലീഗലി മൂവ് ചെയ്യുന്നു. അതെന്താവും എന്നുള്ളതൊക്കെ നമുക്ക് ഫ്രണ്ടോട്ട് കണ്ടറിയാം. ഞാൻ രേഷ്മ തങ്കച്ചൻ്റെ വിഷയത്തെ പറ്റി ഞാൻ സംസാരിച്ചിട്ട് 3 days ആയി. ഈ 3 days കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട്, മൾട്ടിപ്പിൾ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ വീണ നായർ ഇൻ്റർവ്യൂവും വന്നിട്ടുണ്ട്. ഞാൻ ആ സൈഡിലോട്ടൊന്നും പോയിട്ടില്ല. ഈ വിഷയം, ഈ ചീഞ്ഞ് നാറിയ വിഷയം ഞാൻ അവിടെ ഇട്ടതായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ച് സാധനങ്ങൾ ഞാനിങ്ങനെ നോട്ട് ചെയ്തു. നമുക്ക് മെല്ലെ അതിലോട്ടൊന്ന് പോയി നോക്കാം. ഹലോ, നമസ്കാരം. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറി ഇടുന്നത്. സത്യം പറയാൻ എനിക്ക് ചിരി വരുന്നത്. എൻ്റെ ഏത് വീഡിയോ എടുത്താലും അതിനകത്തൊക്കെ നെഗറ്റീവ് കമൻറ്റ്സ് ഇതുവരെ കാണുമ്പോൾ എനിക്ക് ചിരി, വേറൊന്നുമല്ല. എന്നെ ഇട്ട് നെഗറ്റീവ് പറയുകയും ചെയ്യണം. എൻ്റെ വീഡിയോ കാണാൻ ഇത്രയ്ക്ക് മാർത്തിയാണോ മക്കളെ? എൻ്റെ വീഡിയോ എന്നെ ഇട്ട് കാണുകയും ചെയ്യരുത്. എന്നാൽ എൻ്റെ വീഡിയോ എവിടെ പോസ്റ്റ് ഇട്ടാലും അത് കണ്ടെങ്കിലല്ലേ ഇവന്മാർ നെഗറ്റീവ് അടിക്കത്തുള്ളൂ. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളാണ് വ്യൂസ് എനിക്ക് കൂട്ടുന്നതെന്ന് തോന്നുന്നു, നെഗറ്റീവ് കമൻറ്റുകൾ. എന്തായാലും നിങ്ങളാണ് എൻ്റെ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങളെന്താ ഓർത്തത്? പിന്നെ പല്ലിൻ്റെ കാര്യം, ഇത് ഒടിഞ്ഞു പോയതാണ് കേട്ടോ. കാൽസ്യം, ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ പ്രശ്നം കൊണ്ട് കുറേ വർഷമായിട്ട് പല്ല് ഒടിഞ്ഞു പോയതാണ്. അല്ലാതെ
ഒരു സർക്കാസ്റ്റിക് ലൈനിലാണ് സംസാരിക്കാൻ ശ്രമിച്ചതെങ്കിലും ഇത് കണ്ട സമയത്ത് ഒരു മെൻ്റലി ബുദ്ധിമുട്ടുള്ള ഒരാൾ സംസാരിക്കുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഡയലോഗോ സിറ്റുവേഷനോ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറയുന്നതിൻ്റെ ഇടയിൽ വെറുതെ ചിരിച്ചു കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ. ആൻഡ് നെക്സ്റ്റ് തിങ്, നിങ്ങളുടെ വീഡിയോ കാണുന്നില്ല, രേഷ്മ തങ്കച്ചൻ്റെ വീഡിയോ കാണുന്നില്ല എന്ന് ഇവിടെ ഒരു വ്യൂവേഴ്സും പറഞ്ഞിട്ടില്ല. രേഷ്മ തങ്കച്ചനാണ് 24/7 സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കാണലില്ല, എനിക്ക് ഇവരുടെ വീഡിയോസ് കാണേണ്ട ആവശ്യമില്ല, ഇവരെന്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് എന്നെ ബാധിക്കാൻ പോകുന്നില്ല എന്നീ കാര്യങ്ങൾ രേഷ്മ തങ്കച്ചനാണ് പറയുന്നത്. ഞങ്ങൾ വ്യൂവേഴ്സ് രേഷ്മ തങ്കച്ചൻ്റെ വീഡിയോ ഡെഫിനറ്റ്ലി കാണുന്നത് കൊണ്ടാണ് നമ്മൾ കമൻ്റ് ഇടുന്നത്, അതുകൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ കാണുന്നില്ല എന്നൊരു വർത്താനം അല്ലെങ്കിൽ ഒരു ഡയലോഗ് പറഞ്ഞത് രേഷ്മ തങ്കച്ചനാണ്, ഞങ്ങളല്ല. ആൻഡ് ഞങ്ങൾ ഈ നെഗറ്റീവ് പറയുന്നത് താങ്കൾ ചെയ്യുന്ന വീഡിയോയിൽ താങ്കൾ കാണിക്കുന്ന കാര്യങ്ങളോടാണ്. അല്ലാണ്ട് താങ്കൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് നമുക്ക് ഒരു തരത്തിലുള്ള ദേഷ്യമോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഇല്ലായ്മയോ ഇങ്ങനത്തെ ഒരു സാധനവും ഇല്ല. അപ്പം ആൻഡ് ഈ ഒരാളോട് ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് കരുതി അയാളെ വെറുക്കുന്നു അല്ലെങ്കിൽ അയാളെ താല്പര്യമില്ല, അയാളോട് അറപ്പ്, അങ്ങനത്തെ മീനിങ് ഒന്നുമില്ല. ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇത് തുറന്നാൽ ആരുടെ കണ്ടന്റ് ആണോ ഉള്ളത് ആ കണ്ടന്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ആൻഡ് ബിഗ് ബോസിൽ കയറാനായല്ലോ, അപ്പോൾ കണ്ടന്റുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസിൽ ഒരു പ്ലേസ് ഉണ്ട്. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരാളുടെ തനി നിറം പുറത്തോട്ട് കാണിക്കുന്ന ഒരു ഷോയാണ്. എത്രയൊക്കെ ഇവിടെ കടന്ന് മാനിപ്പുലേറ്റ് ചെയ്താലും അവിടെ ചെല്ലുമ്പോൾ കാണും. അപ്പം തനി നിറക്കൊന്ന് നമുക്ക് സ്റ്റേജിലെത്തിയിട്ട് ബാക്കി കാണാം. ഈ ബെഡ്റൂമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ആളുള്ളപ്പോൾ പറഞ്ഞിട്ടൊക്കെ അല്ലേ എടുക്കേണ്ടത്. അത് ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കിച്ചു എന്തെങ്കിലും പറയുന്നതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെന്തെങ്കിലും പറയട്ടെ. കിച്ചു, എൻ്റെ മകൻ കിച്ചുവിൻ്റെ കാര്യം എനിക്ക് നോക്കിയാൽ പോരെ. കിച്ചു എന്തായാലും മീഡിയയ്ക്ക് മുന്നേ വന്ന് രേണുമ്മ അങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും പറയാൻ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം പിന്നെ അതിനകത്തൊന്നും പ്രസക്തി ഇല്ലേ ചെയ്ത് ആ വീടിൻ്റെ വൃത്തി ഞാനുള്ളപ്പോഴാണോ അവിടെ അങ്ങനെ കിടന്നല്ലോ? ഞങ്ങൾ ആരും ഇല്ലാതെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഇത് കണ്ട് ഇങ്ങനെ തുണിയെല്ലാം ഇങ്ങനെ മറിഞ്ഞു കിടന്നതിന് വേറൊരു വീഡിയോ. അത് ആരും എടുത്തത് എനിക്കൊന്നും അറിയത്തില്ല. അവിടെ വീട്ടിലാരും ഇല്ലായിരുന്നു, ഞായറാഴ്ച എങ്ങാണ്ട് വന്ന് എടുത്തതാണ്. അതൊക്കെ ഈ ബെഡ്റൂമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ആളുള്ളപ്പോൾ പറഞ്ഞിട്ടൊക്കെ അല്ലേ എടുക്കേണ്ടത്. അത് ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ആരെയോ എന്തൊക്കെയോ അറിയില്ല എന്നൊക്കെയാണ് രേഷ്മ തങ്കച്ചൻ പറയുന്നതെങ്കിലും സത്യസന്ധമായി പറഞ്ഞ ആ പർട്ടിക്കുലർ ലേഡിക്ക് അറിയാം ആരാണ് അവരുടെ വീഡിയോ എടുത്തത് എന്ന്. ആൻഡ് ഇവിടെ ഇപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ റൂമിൻ്റെ വൃത്തികേട് ആരൊക്കെയോ വീഡിയോയിലെടുത്ത് കാണിച്ചു എന്നുള്ളതാണ്. ഞാൻ ആ വീഡിയോ സൈഡിൽ കൂടെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇതാ ക്ലിയർ ആയിട്ട് ആ വീഡിയോ കാണാൻ പറ്റും. ഈ പെർട്ടിക്കുലർ വീഡിയോ അവരെടുത്തതിൽ കൂടെ അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീടിന് ഇങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യണം, റെഡിയാക്കി തരണമെന്ന്. അപ്പോൾ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് നന്നായിട്ട് അറിയാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് വീഡിയോയിൽ കൂടെ കാണിച്ചില്ലെങ്കിൽ രേഷ്മ തങ്കച്ചൻ നാളെയും ചെന്ന് ഇത് ചെയ്തു തന്നില്ല എന്ന് പറയും. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർ ആ വീടിൻ്റെ മുകൾ വശവും സൈഡ് വശവും ഒക്കെ ചെയ്തത് കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണത്. അപ്പം അതിൽ ആൾക്കാർ അത് കാണുന്നതിലുപരി റൂമിൻ്റെ വൃത്തികേട് കണ്ടു. അത് നിങ്ങൾ വൃത്തികേടാക്കി ഇട്ടുകൊണ്ടല്ലേ. ഇനി ഞായറാണെങ്കിലും നിങ്ങളില്ലാത്ത സമയമാണെങ്കിലും നിങ്ങളുള്ള സമയമാണെങ്കിലും വീട് വൃത്തിയാക്കി കൊണ്ട് നടക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ. അത് ചെയ്യാണ്ട് നിന്നിട്ട് ആ എടുത്ത ആൾക്കാരെ നിങ്ങളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് എന്നുള്ളത് സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും താങ്ക് യു സോ മച്ച് KHDC. അവർ വന്ന് അതിൻ്റെ ലീക്കെല്ലാം ചില്ലിട്ട് തന്നു. ഒരുപാട് നന്ദി. അതല്ലെങ്കിൽ വെള്ളം വീണ് നമ്മൾ തെന്നി വീഴത്തില്ല, പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ഒത്തിരി താങ്ക്സ്, നന്ദി. ആദ്യം അവർ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ട് ഇതൊക്കെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചിട്ട് പിന്നെ വന്ന് നിസ്സാരമായിട്ട് അവർ ചെയ്തു തരുന്നു. എന്തുകൊണ്ടായിരിക്കും അവരുടെ തോന്നല. അവർക്ക് തോന്നിക്കാണും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിവൃത്തിയില്ല എന്നെ കൊണ്ടൊന്നും ചെയ്യേണ്ട ഒരു സമയം നമുക്ക് പൈസ ഒക്കെ കുറേ കഴിയുമ്പോൾ ചെയ്യണമെന്ന് തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും അവർ ചെയ്തു തന്നല്ലോ, അപ്പം നമ്മളൊന്നും പറയണ്ട. താങ്ക് യു സോ മച്ച്, അവർക്ക് നന്ദി. ഇത്രയും തൊട്ട് മുമ്പ് വരെയുള്ള വീഡിയോയിൽ ഫിറോസ് ഭായിന് നല്ല രീതിയിൽ ഉള്ളിക്കൂടെ കുത്തിയ രേഷ്മ തങ്കച്ചൻ ഈ വീഡിയോയിൽ വന്ന് അവർക്ക് താങ്ക് യു പറയാണ്. ആ താങ്ക് യു പറഞ്ഞ കാര്യം എനിക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നുള്ളത്. താങ്ക് യു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് ഈ വീട് ഞങ്ങൾക്ക് നന്നാക്കി തന്നല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അവർ നന്നാക്കി തന്നത്. എനിക്കതിനുള്ള ഗതിയില്ല, എനിക്കതാണ് മനസ്സിലാവാത്തത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇൻ്റർവ്യൂസ് ചെയ്ത് ഇങ്ങനെ അഭിനയിച്ച് പല കാര്യങ്ങളും ചെയ്ത് നടക്കുന്ന ഈ പെർട്ടിക്കുലർ ലേഡിയുടെ കയ്യിൽ പൈസ ഇല്ല സ്വന്തം വീട്ടിലൊരു ഷീറ്റ് ഇടാൻ എന്ന് പറയുമ്പം അവരുടെ ഒരു ദയനീയത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
ഇത്രയും ഗതികെട്ടവൻ വേറെ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡ് അല്ലേ, ഒരു സൈഡിൽ കുത്തുന്നു അടുത്ത സൈഡിൽ മാറ്റി പറഞ്ഞു. നിങ്ങളുടെ ഏത് ഇമോഷനാണെങ്കിലും സത്യസന്ധമായി നിൽക്ക്. ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയ വീട് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തുടക്കം തൊട്ടിട്ട് എൻ്റെ വരെ ഇഷ്ടമല്ല എന്നൊരു സ്റ്റാൻഡിൽ നിൽക്കുക. ഇതിങ്ങനെ ഇങ്ങനെ 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 ചാടി 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 ഇവിടുന്ന് അങ്ങോട്ട് ചാടി അവിടുന്ന് ഇങ്ങോട്ട് ചാടി ആ കുറ്റം പണി ഈ കുറ്റം പണി എന്തിനിങ്ങനെ ഡബിൾ സ്റ്റാൻഡൊക്കെ എടുക്കേണ്ട ആവശ്യം? നിങ്ങൾ എന്തായാലും ആ വ്യക്തിനെ നാളെ കെടുത്തി ആ വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അയാൾ സഹിച്ചു. അപ്പോൾ അയാൾ അതിന് എന്ത് ചെയ്യാണ്, ലീഗലി കേസുമാണ്, കേസ് മുന്നോട്ട് പോട്ടെ, ബാക്കി കാണാമല്ലോ. ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇന്റർവ്യൂസ് കൊടുക്കട്ടെ, ഞാനൊന്നും കാണുന്നില്ലോ, ഇത് കാണാനുള്ള ആൾ ഞാനാണല്ലോ. ബട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ കാണുന്നില്ല, കാണാനൊട്ട് താല്പര്യമില്ല, ഇഷ്ടവുമില്ല കാണുന്നത്. നമുക്ക് നമ്മുടെ കാര്യം നോക്കി എനിക്കൊന്നും ഒരുപാട് ഓട്ടവും തിരക്കും ടെൻഷനുമായിട്ട് നടക്കുമ്പോഴാണോ ഇതൊക്കെ ഇരുന്ന് കാണുന്നത്? ഞാൻ കാണത്തില്ല. ഇപ്പം എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൊണ്ട് ആ ഇൻ്റർവ്യൂ കാണിച്ചാലും ഞാൻ കാണത്തില്ല. എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ഇന്ന പോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടുള്ള അറിവേ ഉള്ളൂ. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കാണുമെന്ന് ഇത്രയും നല്ല ഫ്രണ്ട്സേ സമ്മതിക്കണം. എനിക്കുണ്ട് ഒരുപാട് ഫ്രണ്ട്സൊക്കെ. എൻ്റെ വീഡിയോ അവൾമാരിരുന്ന് കുത്തിരുന്ന് കാണുന്നുണ്ടോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും 1-2 വീഡിയോ കണ്ടിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അത് കാണാൻ ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. ഞാൻ ഒരാളെയും നിർബന്ധിക്കില്ല, ഞാൻ ഒരാളെയും ഫോഴ്സ് ചെയ്യല്ല. ഈവൻ സ്റ്റാറ്റസ് പോലും ഞാനിപ്പോൾ ഇടല്ല. ആർക്കും ആഗ്രഹം അവരിരുന്ന് കണ്ടോട്ടെ. പക്ഷേ രേണുസുധിയുടെ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ്. രേണുസുധിക്ക് എഗെയിൻസ്റ്റ് വരുന്ന എല്ലാ വീഡിയോയും ഇരുന്ന് കാണുന്നുണ്ട്. കാണുക മാത്രമല്ല അതിൻ്റെ എല്ലാ അപ്ഡേറ്റും രേണുസുധിക്ക് വന്ന് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. രേഷ്മ തങ്കച്ചന് സോ ലക്കി ഗൈസ്ന. ഈ രേണുസുധി വന്നു പോവാണ് കേട്ട് 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 കേട്ട്. അത് റെഡി ആവും. നമ്മളിങ്ങനെ ഒരു സാധനം ഇങ്ങനെ പഠിച്ചു വെച്ച് പിന്നെ അത് മാറ്റാൻ ഒരു ചെറിയ പാടുണ്ടല്ലോ. A4 ആപ്പിൾ മാത്രമല്ല, A4 ആൻഡ് ഉണ്ട്. പക്ഷെ എപ്പോൾ A4 ചോദിച്ചാലും ആപ്പിൾ അല്ലേ വരും. ആ അവസ്ഥയാണ് ഈ രേണുസുധി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നല്ല സുഹൃത്തുക്കളാണുള്ളത്. ആൻഡ് ഇവർ ഈ പറയുന്നത് ഇസ് അബൌട്ട് ദ ലേഡി വീണ, റൈറ്റ്, വീണ നായരിനെ കുറിച്ചാണ്. അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി വീണ നായരുടെ വീഡിയോ ചെയ്തപ്പോൾ വ്യക്തമായിട്ട് വീണ നായരും പറഞ്ഞിട്ടുണ്ട്, രേഷ്മ തങ്കച്ചനും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇടയിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. വീണ നായരുടെ റിലേഷൻഷിപ്പിൽ എന്താ സംഭവിച്ചത്, പല സാധനങ്ങൾ പറയുന്നുണ്ട്. അതൊരു അടഞ്ഞ ചാപ്റ്ററാണ്. അതിനെ കുത്തി പറയാൻ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പക്ഷെ അറിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഷ്മ തങ്കച്ചന് പറയായിരുന്നു എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. കാരണം രേഷ്മ തങ്കച്ചന് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു ലേഡി തന്നെയാണ് ഈ വീണ നായർ എന്ന് പറയുന്നത്. എനിക്കറിയാം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ തീരും. അതിന് തീരെ അറിയില്ല എന്ന രീതിയിലൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഏട്ടനില്ലല്ലോ, ഏട്ടൻ മരിച്ചു പോയില്ലേ. ഇനിയിപ്പോൾ ഞാൻ കല്യാണം കഴിച്ച ആളായിരുന്നെങ്കിൽ വന്നാൽ എനിക്ക് എന്തെങ്കിലും പറയാമായിരുന്നു. നിങ്ങൾ നേരത്തെ ഇതിപ്പോൾ ഞാനല്ലോ കല്യാണം കഴിച്ചത്, സുചേട്ടനല്ലേ കല്യാണം കഴിച്ചത്. ഞാൻ അതിനെപ്പറ്റി പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം പറയാനുള്ളതെല്ലാം പറഞ്ഞു. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ എന്തിനാ പറയുന്നത്, സ്കിപ്പ് ചെയ്തു. ഞാൻ അത് മാത്രം പ്രതിപാദിക്കുന്നില്ല. എനിക്ക് ആ പേര് പോലും പ്രതിപാദിക്കേണ്ട കാര്യമില്ല, സംസാരിക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെർട്ടിക്കുലർ വിഷയത്തെ നമ്മുടെ രേഷ്മ തങ്കച്ചൻ പറഞ്ഞ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു അഭിപ്രായമോ കാര്യങ്ങളോ ഒന്നും അവർക്ക് പറയാനില്ല. ആൻഡ് റെസ്പെക്റ്റ് ചെയ്യുന്നു. ഒരു വിഷയത്തെ പറ്റി ചോദിക്കുന്ന സമയത്ത് 100% അതിന് ഉത്തരം തരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇഫ് ദേ ആർ നോട്ട് കംഫർട്ടബിൾ ദേ ഹാവ് ദ റൈറ്റ് ടു സേ നോ. ഇവിടെ അത്രയേ ഉള്ളൂ. പൊതുവെ എന്ത് ചോദ്യം ചോദിക്കുമ്പോഴും നമ്മുടെ രേഷ്മ തങ്കച്ചന് മറുപടി ഉണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഞാനിവിടെ ഏതോ ഒരു ചോദ്യത്തിന് നോ എന്ന രീതിയിലൊരു റിപ്ലൈ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഈ വീഡിയോ പൊതുവെ മുഴുവനായി ചെയ്യാനുള്ളതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇത്ര കാര്യങ്ങളാണ്. ഒന്ന്, ഫിറോസ് ഭായ് ഇതിന് എഗെയിൻസ്റ്റ് നടത്തിയിട്ടുള്ള ഒരു ലീഗൽ ഇതിനെക്കുറിച്ച് നിങ്ങളോട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് തിങ്, ആ വീടിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. തേർഡ് തിങ്, എന്തൊക്കെ കോംപ്ലിക്കേഷൻ ആ വീടിന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് പറ്റുന്നത് പോലെ ആ കാര്യത്തെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളൊരു മീഡിയയിൽ വന്നൊരു വിഷയത്തെപ്പറ്റി നന്നായി സംസാരിക്കുമ്പോൾ അതിനൊരു കൺക്ലൂഷൻ കിട്ടി എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു പോസിറ്റിവിറ്റി ഇല്ല. ആ ഒരു പോസിറ്റിവിറ്റിയാണ് പറയാനുള്ളത്. പക്ഷേ ആളുടെ ലൈഫിന് എഫക്റ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ എ ലീഗൽ case. So that's it guys, stay tuned for the next video. Tata bye bye and don't forget to subscribe.